2025 തുടക്കം കണ്ണിമ വെട്ടാതെ കണ്ടിരിക്കണമെന്ന തോന്നൽ നൽകുന്ന ഒരു ചിത്രവുമായാണ് ആസിഫ് അലി നായകനായി എത്തിയ രേഖ ചിത്രം. ജനുവരി 9 തിയേറ്ററുകളിൽ എത്തിയ ചിത്രം നിഗൂഢതകളാൽ നിറഞ്ഞ ഒരു ശവക്കുഴിയിലേക്കാണ് പ്രേക്ഷകരെ കൈപിടിച്ചു നയിക്കുന്നത്. ആ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ആസിഫ് അലി നടത്തുന്ന യാത്രയാണ് ചിത്രത്തിന്റെ കാതൽ. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകം, അജ്ഞാതമായ ഒരു മൃതദേഹത്തെക്കുറിച്ചുള്ള അന്വേഷണം, ഇരുട്ടറകളിൽ തളച്ചുവെച്ച സത്യം വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പുറത്തു വരുന്നത് ചതിയുടെയും വഞ്ചനയുടെയും നെറുകേടിന്റെയും വിസ്മയിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചെറിയ ചെറിയ തുമ്പുകളിൽ പിടിച്ച് നായകൻ നടത്തുന്ന അന്വേഷണം മലയാള സിനിമ ഇതുവരെ കടന്നുപോയിട്ടില്ലാത്ത മേച്ചൽ പുറങ്ങളിലേക്കാണ് സിനിമയെ എത്തിക്കുന്നത്. സിനിമ തന്നെ ഒരു കൗതുകമാണ്, അതിലുപരി കൗതുകമാണ് സിനിമയ്ക്കുള്ളിലെ സിനിമ. അങ്ങനെ കൗതുകത്തെ പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രേഖാചിത്രം. ഒരുപക്ഷെ മലയാളത്തിൽ ഇതുവരെ പരീക്ഷിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു ചലച്ചിത്ര രേഖ വരയ്ക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. ആ ശ്രമം അതിഗംഭീരമായി തന്നെ വിജയിച്ചു എന്ന് നിസ്സംശയം പറയാം. മലയാളത്തിൽ കണ്ടിരിക്കേണ്ട മറ്റൊരു സിനിമ എന്ന അടിവരയോടെയാണ് രേഖാചിത്രം തിയേറ്റർ വിടുന്നത്.